അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. A liquid when kept inside a thermally insulated closed vessel at 25 degrees Celsius was mechanically stirred from outside. What will be the correct option for the following thermodynamic parameters എന്നുള്ളതാണ് ചോദ്യം. സോ നമുക്കറിയാം ഇത് തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്ററിലെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തുള്ള ചോദ്യമാണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്കറിയാം, നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ്, ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ മാത്തമാറ്റിക്കൽ ഫോം എന്ന് പറയുന്നത്. സോ ശ്രദ്ധിക്കുക, തെർമലി ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു വെസൽ എന്ന് പറയുന്നത്, തെർമലി ഇൻസുലേറ്റഡ് ആണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താ? തെർമലി ഇൻസുലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് എക്സ്ചേഞ്ച് പോസിബിൾ അല്ല. തെർമലി ഇൻസുലേറ്റഡ് മീൻസ് ഹീറ്റ് എക്സ്ചേഞ്ച് ഈസ് നോട്ട് പോസിബിൾ. സോ ക്യൂ വാല്യൂ ഷുഡ് ബി 0. ക്യൂ ഇവിടെ 0 ആയിരിക്കണം, കാരണം തെർമലി ഇൻസുലേറ്റഡ് ആണെങ്കിൽ ഹീറ്റ് എക്സ്ചേഞ്ച് പോസിബിൾ അല്ല. സോ ക്യൂ ഷുഡ് ബി ഈക്വൽ ടു 0. രണ്ടാമത് പറയുന്ന കാര്യം നോക്കുക, ഈ വെസല് നമ്മൾ മെക്കാനിക്കലി സ്റ്റിർ ചെയ്യുന്നുണ്ട് ഫ്രം ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ സറൗണ്ടിങ് ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ടുവേർഡ്സ് ദ സിസ്റ്റം. സോ മെക്കാനിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റിർ ചെയ്യുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു വർക്കാണ്. അതായത് സറൗണ്ടിങ് ആണ് സിസ്റ്റത്തിന്റെ മുകളിൽ വർക്ക് ചെയ്യുന്നത്, അല്ലേ? സറൗണ്ടിങ് ആണ് സിസ്റ്റത്തിന് മുകളിൽ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് എങ്കിൽ വർക്ക് നമ്മൾ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. സോ ഇവിടെ എനിക്ക് പറയാൻ പറ്റും, സോ സ്റ്റേർഡ് ഫ്രം ഔട്ട്സൈഡ് എന്ന് പറയുന്നുണ്ട്. സ്റ്റേർഡ് ഫ്രം ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വർക്ക് സിസ്റ്റത്തിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ദ വർക്ക് വാല്യൂ ഷുഡ് ബി പോസിറ്റീവ്. നമുക്കറിയാം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം ക്യൂവിന്റെ വാല്യൂ നമുക്ക് മനസ്സിലായി, ക്യൂ ഈസ് 0. ക്യൂ ഈസ് ഈക്വൽ ടു 0 നമുക്ക് മനസ്സിലായി. ഡബ്ല്യു പോസിറ്റീവ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡെൽറ്റ യു എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഡാറ്റ ക്യൂ ഈസ് ഈക്വൽ ടു 0, വർക്ക് ഈസ് പോസിറ്റീവ്, ഡെൽറ്റ യു പോസിറ്റീവ് എന്നുള്ള ഓപ്ഷൻ എവിടെയാണ് ഉള്ളതെന്ന് ചെക്ക് ചെയ്യാം. അതായിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നോക്കുക, ഡെൽറ്റ യു പോസിറ്റീവ്, ക്യൂ 0, ഡബ്ല്യു പോസിറ്റീവ്. ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ 1 തന്നെ ആയിരിക്കും.